ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അൺവെരിഫൈഡ് കോയിൻ. അൺവെരിഫൈഡ് കോയിൻ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്. പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അൺവെരിഫൈഡ് കോയിൻ എന്താണ്. അൺവെരിഫൈഡ് കോയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൗണിൽ ആൾക്കാർ അക്കൗണ്ട് എടുത്ത് അവർ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അൺവെരിഫൈഡ് കോയിൻ നമുക്ക് റിലീസാവത്തുള്ളൂ. റിലീസാവണമെങ്കിൽ നമ്മുടെ ഡൗണിൽ വന്ന ആൾക്കാർ എന്ത് ചെയ്യണം? 9 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ KYC പൂർത്തിയായി അവരുടെ മൈഗ്രേഷൻ പൂർത്തിയാകുമ്പോഴാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നത്? കോയിന് ട്രാൻസാക്ഷൻ ആവുന്നത്. മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ലോക്കിംഗ് പീരീഡ്, അതായത് 6 മന്ത്, 1 ഇയർ, 2 ഇയർ, 3 ഇയർ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ 6 മന്താണ് കൂടുതൽ വെക്കേണ്ടത്. എന്നാൽ 2 വീക്ക് ഉണ്ട്. 2 വീക്ക് വെച്ചിട്ട് കാര്യമില്ല, 6 മന്ത് വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? 6 മന്ത് വെക്കുക. അറിയാത്തവരെന്ത് ചെയ്യുക? 6 മന്ത് വെക്കുക. 6 മന്ത് വെച്ചിട്ട് 6 മന്ത് വരെ വെയിറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ കോയിന് ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഡൗണിൽ വന്ന ആൾക്കാരുടെ കോയിനുകളും റിലീസ് ആവണമെങ്കിൽ ആ ഒരു ടൈമിൽ വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിടുന്ന ബെല്ലുബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? ഷെയർ കൊടുക്കുക. ആൾക്കാർ പഠിക്കട്ടെ, പഠിച്ച് മനസ്സിലാക്കട്ടെ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു.